Hello guys, good attack. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡിക്റ്റീവ് എൻഡോഗൻ ഓൺ എ ആർട്ടിക്കിൾ, അതായത് വിത്തൗട്ട് ആർട്ടിക്കിൾ വരുമ്പോൾ ആർട്ടിക്കിൾസ് ഇല്ലാതെ നമ്മൾ എഴുതുമ്പോൾ ഏതൊക്കെ എൻഡോഗൻസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എൻഡോഗൻസ് ആണ് ഓൺ എ ആർട്ടിക്കിൾ വരുമ്പോൾ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നോമിനേറ്റീവ് കേസിൽ മസ്കുലിൻ ഇ ആർ, ഫെമിനിൻ ഇ, നോയിട്രൽ ഇ എസ്, പ്ലൂരൽ ഇ. Then accusative en, es, e. Dative em, er, em, en. Then genitive en, er, er. ഇനി നമുക്ക് ഓരോ കേസിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് നോമിനേറ്റീവ് കേസ്. ഗൂട്ടർ, ലെയർ, എർക്ലേറ്റ്, ക്ലാർ. ഗൂട്ടർ, ലെയർ. അപ്പോൾ ഇവിടെ നൗൺ ഏതാണ്? ലെയർ ആണ്. ലെയർ എന്ന് പറയുമ്പോൾ ദർ ലെയർ ആണ്. അപ്പോൾ മസ്കുലിൻ ആണ്. അപ്പോൾ നോമിനേറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ നമ്മൾ ഏത് എൻഡുഗാണ് ആഡ് ചെയ്യേണ്ടത്? ഇ ആർ എന്ന് പറയുന്ന എൻഡുഗാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൂട്ട് എന്ന് പറയുന്ന അഡിക്റ്റീവിൻ്റെ കൂടെ ഇ ആർ എന്ന് പറയുന്ന എൻഡുങ് ആഡ് ചെയ്തു. ദെൻ നോമിനേറ്റീവ് കേസാണ്. അപ്പോൾ ഗൂട്ടർ, ലെയർ, എർക്ലേറ്റ്, ക്ലാർ എന്ന് വന്നു. ഇനി നെക്സ്റ്റ് വന്നിട്ട് മോഡേണസ്, ഔട്ടോ, ഈസ്റ്റ്, ഷ്നെൽ. ഇവിടെ വന്നിട്ട് നൗൺ വന്നിട്ട് എന്താണ്? ഔട്ടോയാണ്. ഔട്ടോ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ഏതാണ്? ദസ് ഔട്ടോയാണ്. അപ്പം നോയിട്രൽ ആണ് വരുന്നത്. അപ്പം നോമിനേറ്റീവ് കേസ് നോയിട്രൽ ഇ എസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ മോഡേൺ എന്ന് പറയുന്ന അഡിക്റ്റീവിൻ്റെ കൂടെ ഇ എസ് എന്ന് പറയുന്ന എൻഡുങ് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? മോഡേണസ്, ഔട്ടോ, ഈസ്റ്റ്, ഷ്നെൽ. അപ്പം ഇനി നമുക്ക് അക്യൂസാറ്റീവ് കേസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഈഷ്, സേയെ, ഗൂട്ടൻ, ലെയറർ. അപ്പോൾ ഗൂട്ടൻ, ലെയറർ ആണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ലെയറർ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ വന്നിട്ട് ദർ ആണ്, മസ്കുലിൻ ആണ്. അപ്പോൾ അക്യൂസാറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് എൻഡുങ് ഏതാണ്? ഇ എൻ ആണ്. അപ്പോൾ ഗൂട്ട് എന്ന് പറയുന്ന അഡിക്റ്റീവിൻ്റെ കൂടെ ഇ എൻ എന്ന് പറയുന്ന എൻഡുങ് ആഡ് ചെയ്തു. അപ്പോൾ എന്തായി? ഈഷ്, സേയെ, ഗൂട്ടൻ, ലെയറർ എന്നായി. നെക്സ്റ്റ് വന്നിട്ട് വിയർ, ബെസുഹൻ, നെറ്റെ, ഫ്രോയൻറ്റി. അപ്പോൾ ഫ്രോയൻറ്റി ആണ് നമ്മുടെ നൗൺ. ഫ്രോയൻറ്റി എന്നുള്ളത് പ്ലൂരാലാണ്. അപ്പോൾ അക്യൂസാറ്റീവ് പ്ലൂരാൽ വരുമ്പോൾ നമ്മൾ എൻഡുങ് ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ഇ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായി? നെറ്റ് എന്ന് പറയുന്ന അഡിക്റ്റീവിൻ്റെ കൂടെ ഇ എന്ന് പറയുന്ന എൻഡുങ് ആഡ് ചെയ്തു. അപ്പോൾ വിയർ, ബെസുഹൻ, നെറ്റ്, ഫ്രോയൻറ്റി എന്നായി. ഇനി നെക്സ്റ്റ് കേസ് വന്നിട്ട് ഡാറ്റീവ് ആണ്. അപ്പോൾ എക്സാമ്പിൾസ് ഈഷ്, ഹെൽഫെ, ഗൂട്ടം, കൊളേഗൻ. കൊളേഗൻ മീൻസ് എന്താണ്? കൊളീഗ്സ്. അപ്പോൾ കൊളേഗൻ്റെ ആർട്ടിക്കിൾ വന്നിട്ട് ദർ ആണ്. അപ്പോൾ ഡാറ്റീവ് കേസിൽ ദർ വരുമ്പോൾ നമ്മൾ ഏത് എൻഡുങ്ങാണ് ആഡ് ചെയ്യേണ്ടത്? ഇ എം ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഗുഡ് എന്ന് പറയുന്ന അഡിക്റ്റീവിൻ്റെ കൂടെ ഇ എം എന്ന് പറയുന്ന എൻഡുങ് ആഡ് ചെയ്തു. അപ്പോൾ ഈഷ്, ഹെൽഫെ, ഗൂട്ടം, കൊളേഗൻ. ഇനി നെക്സ്റ്റ് വന്നിട്ട് സി, ഗിഫ്റ്റ്, ഫ്രോൻലീഷർ, നാഹ്ബാറിൻ, ഐൻ, ഗഷക്. അപ്പോൾ ഇവിടെ നമ്മൾ അഡിക്റ്റീവ് ആഡ് ചെയ്യുന്നത് നാഹ്ബാറിൻ എന്ന് പറയുന്ന നൗണിനാണ് അഡിക്റ്റീവ് ആഡ് ചെയ്യുന്നത്. അപ്പം നാഹ്ബാറിൻ്റെ ആർട്ടിക്കിൾ വന്നിട്ട് എന്താണ്? ദി ആണ്. അപ്പോൾ ഡാറ്റീവ് കേസിൽ ദി വരുമ്പോൾ നമ്മൾ ഇ ആർ എന്ന് പറയുന്ന എൻഡുങ്ങാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രോൻലീഷ് എന്ന് പറയുന്ന അഡിക്റ്റീവിൻ്റെ കൂടെ ഇ ആർ എന്ന് പറയുന്ന എൻഡുങ് ആഡ് ചെയ്തു. അപ്പോൾ എന്തായി? സി, ഗിഫ്റ്റ്, ഫ്രോൻലീഷർ, നാഹ്ബാറിൻ, ഐൻ, ഗഷക് എന്നായി. ഈ നെക്സ്റ്റ് വന്നിട്ട് ഗെനറ്റീവ്. ദസ്, ബുഹ്, ഇൻട്രസാൻഡ്, ഔട്ട്ഡോഴ്സ്, ഈസ്റ്റ്, സ്പാനറ്റ്. ഇവിടെ നൗൺ ഏതാണ്? ഔട്ട്ഡോഴ്സ് ആണ് നൗൺ. അപ്പോൾ ഔട്ട്ഡോഴ്സിൻ്റെ ആർട്ടിക്കിൾ വന്നിട്ട് ദർ ആണ്. അപ്പോൾ ഗെനറ്റീവ് കേസിൽ ദർ, അതായത് മസ്കുലിൻ വരുമ്പോൾ ഇ എൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസാൻഡ് എന്ന് പറയുന്ന അഡിക്റ്റീവിൻ്റെ കൂടെ ഇ എൻ എന്ന് പറയുന്ന എൻഡുങ് ആഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ വന്നു സെൻറ്റൻസ്? ദസ്, ബുഹ്, ഇൻട്രസാൻഡ്, ഔട്ട്ഡോഴ്സ്, ഈസ്റ്റ്, സ്പാനറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ വന്നിട്ട് ദി ഫാർബെ, ഷേണർ, ബ്ലൂമെ, ഗെഫോൾട്ട്, മിയർ. അപ്പോൾ അവിടെ നൗണായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്ലൂമെ ആണ്. ബ്ലൂമെ എന്ന നൗണിനാണ് നമ്മൾ അഡിക്റ്റീവ് ആഡ് ചെയ്യുന്നത്. ഷേണർ എന്ന് പറയുന്ന അഡിക്റ്റീവ് ആഡ് ചെയ്യുന്നത്. ബ്ലൂമയുടെ ആർട്ടിക്കിൾ വന്നിട്ട് ദി ആണ്, ഫെമിനിൻ ആണ്. അപ്പോൾ ഗെനറ്റീവ് കേസിൽ ഫെമിനിൻ വരുമ്പോൾ ഇ ആർ ആണ് നമ്മൾ എൻഡുങ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷേൺ എന്ന് പറയുന്ന അഡിക്റ്റീവിൻ്റെ കൂടെ ഇ ആർ എന്ന് പറയുന്ന എൻഡുങ് ആഡ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ്? ദി ഫാർബെ, ഷേണർ, ബ്ലൂമെ, ഗെഫോൾട്ട്, മിയർ. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഓൺ ആർട്ടിക്കിൾ വരുമ്പോൾ ആഡ് ചെയ്യേണ്ട എൻഡുങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ചൂസ്.